മതങ്ങളുടെ ചട്ടക്കൂടിനകത്തു നിന്ന്, പുരോഹിതന്മാരുടെ ഉപദേശങ്ങളുടെ ചട്ടക്കൂട് അകത്തു നിന്ന് ഭരണാധികാരികൾ മോചിതരാവാൻ വേണ്ടിയിട്ടാണ് ജനാധിപത്യമുണ്ടാക്കിയത്. ബ്രിട്ടീഷുകാർക്ക് കാലുകുത്താനും അവിടെ ഭരിക്കാനുള്ള അവകാശം എഴുതി കൊടുത്തത് ഈ പഴശ്ശിരാജയാണ്. ടിപ്പുവും പഴശ്ശിരാജയും തമ്മിലുള്ള വൈരുദ്ധ്യത്തിൻ്റെ പേരിലാണ് ബ്രിട്ടീഷ് മലബാറായി മാറിയത്. ഇവർ തമ്മിലുള്ള വൈരുദ്ധ്യത്തിൻ്റെ പേരിൽ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും സുഖമായി ജീവിക്കേണ്ടതെല്ലാം ഈ പ്രകൃതിയിലുണ്ട്. അതിനെ ഫലപ്രദമായി വിനിയോഗിക്കാനും വികസിപ്പിക്കുവാനും കൂട്ടിച്ചേർക്കുവാനുള്ള ആ കഴിവിനെ നഷ്ടപ്പെടുത്തിയത് മതത്തിൻ്റെ പേരിലുള്ള സങ്കുചിതത്വവും അതിലൂടെ രാഷ്ട്രങ്ങളുടെ പേരിലുള്ള സങ്കുചിതത്വവും അതിലൂടെ യുദ്ധങ്ങളുമാണ്. ഈ ഭൂമിയുടെ വികാസത്തെ തടസ്സപ്പെടുത്തിയത് യുദ്ധങ്ങളാണ് പ്രധാനം. നമ്മുടെ ചരിത്രം മുഴുവൻ യുദ്ധത്തിൻ്റെ ചരിത്രമല്ലേ? എല്ലാ ചരിത്രവും പാനിപ്പത്ത് യുദ്ധം, കൊളച്ചൽ യുദ്ധം അല്ലേ, ടിപ്പുവിൻ്റെ യുദ്ധം, പഴശ്ശിയുടെ പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടെ പഠിക്കും ലോകമഹായുദ്ധങ്ങൾ. മനുഷ്യനും യുദ്ധങ്ങൾ ഉണ്ടാക്കിയത് മുഴുവനാരാ? ശാസ്ത്രത്തിന് വേണ്ടി, ഒരു അറിവിന് വേണ്ടി, ഒരു പുഴയ്ക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി ഒരു യുദ്ധവും ഈ ഭൂമിയിൽ നടന്നിട്ടില്ല. ഈഗോ ക്ലേശ, സാമൂതിരിയും വള്ളുവക്കനാതിരിയും തമ്മിലുള്ള ഈഗോ ക്ലേശ് കൊണ്ടാണ് മാമാങ്കം ഉണ്ടായത്. എല്ലാം ഈഗോ ക്ലേശാണ്. ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഇവിടെ വന്നിട്ട് എളുപ്പത്തിൽ അവർക്ക് ഈ ഇന്ത്യയെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഞാനിപ്പോൾ പഴശ്ശിരാജാവിൻ്റെ രാജ്യത്തുള്ളവരാ. ഞങ്ങളവിടെ പഴശ്ശിയെ അനുസ്മരിക്കുമ്പം പഴശ്ശി ഗംഭീര സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന നായകനാണെന്ന് പറഞ്ഞ് പലരും പ്രസംഗിക്കും. ഞാനിങ്ങനെ ഊറിച്ചിരിക്കും. ഇയാളാണ് തലശ്ശേരി കോട്ടയിൽ ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്നിരുത്തിയത് ടിപ്പുവിനെ പിടിച്ചിട്ട്. ബ്രിട്ടീഷുകാർക്ക് കാലുകുത്താനും അവിടെ ഭരിക്കാനുള്ള അവകാശം എഴുതി കൊടുത്തത് ഈ പഴശ്ശിരാജയാണ്. ടിപ്പുവും പഴശ്ശിരാജയും തമ്മിലുള്ള വൈരുദ്ധ്യത്തിൻ്റെ പേരിലാണ് ബ്രിട്ടീഷ് മലബാറായി മാറിയത്. ഇവർ തമ്മിലുള്ള വൈരുദ്ധ്യത്തിൻ്റെ പേരിൽ നമ്മൾ മനസ്സിലാക്കണത്, രാജാക്കന്മാർ തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെയും തർക്കത്തിൻ്റെയും പേരിൽ. എന്തിനാ തർക്കം? ചെറിയ വിഷയങ്ങളില്ല. ദൈവത്തിൻ്റെ പേരിലാ തർക്കം, ആചാരങ്ങളുടെ പേരിലാ തർക്കം. ഈ തർക്കങ്ങളിലൂടെ മതങ്ങളുടെ ചട്ടക്കൂടിനകത്തു നിന്ന്, പുരോഹിതന്മാരുടെ ഉപദേശങ്ങളുടെ ചട്ടക്കൂട് അകത്തു നിന്ന് ഭരണാധികാരികൾ മോചിതരാവാൻ വേണ്ടിയിട്ടാണ് ജനാധിപത്യമുണ്ടാക്കിയത്. ജനാധിപത്യം ബ്രിട്ടീഷുകാർ പോയി, എന്നിട്ട് ഇന്ത്യയിൽ കുറേ മുഖ്യസ്ഥന്മാർക്ക് ഭരിക്കാൻ വേണ്ടിയാണെന്ന ധാരണയാണ് നമ്മുടെ ഈ രാജ്യം ഇപ്പോഴും പിന്തുടരുന്നത്. ജനാധിപത്യം വരുന്നതോടുകൂടി ആചാരാനുഷ്ഠാനങ്ങളുടെയും മത നിയന്ത്രണത്തിൻ്റെയും പരിധിയിൽ നിന്ന് മനുഷ്യൻ്റെ ചിന്തയെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെമോക്രസി ഉണ്ടായത്. പക്ഷേ എന്താ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആ ഡെമോക്രസിയിലും നമ്മുടെ രാജ്യത്തിപ്പോൾ മതങ്ങൾ കയറി കൈയടക്കിയിരിക്കുന്നു. ഡെമോക്രസി മതത്തിൻ്റെ കയ്യിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വാമിമാർ വരുന്നു, അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി പോകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി പോകുന്നു, പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇന്ത്യ യൂണിയൻ പ്രസിഡന്റിനെ അവിടെ നിർത്തുക. ഇരുട്ടിൽ നിർത്തിയിട്ട് പ്രധാനമന്ത്രിയാണ്, അല്ല സ്വാമിമാരാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യ യൂണിയൻ പ്രസിഡന്റിന് 3 അയോഗ്യതകളാണ്. ആ 3 അയോഗ്യതകളും മതം സൃഷ്ടിച്ച അയോഗ്യതകളാണ്. ഒന്നവര് പെണ്ണാണെന്നുള്ളത്, ദ്രൗപദി മുർമു പെണ്ണാണ്. 2 അവര് വിധവയാണ്. വിധവകൾ ഇത്തരം ചടങ്ങുകളിൽ വരാൻ പാടില്ല. 3 അവർ അംബേദ്കറിന്റെ ടീമിൽപ്പെട്ടതാണ്, ദളിതയാണ്. ഈ ദളിത എന്ന സങ്കല്പം തന്നെ ഉണ്ടായത് എപ്പോഴാ? മതങ്ങളുടെ കയ്യിലേക്ക് വിശ്വാസം വന്നപ്പോഴാണ് ദളിതന്മാരെന്ന സങ്കല്പം ഉണ്ടായത്. അതിനു മുമ്പ് ദളിതന്മാരില്ല. വിശ്വാസം ആരംഭിക്കുന്ന കാലത്ത് കാട്ടിലുള്ള മനുഷ്യരും നാട്ടിലുള്ള മനുഷ്യരും എന്ന വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ചാതുർവർണ്ണയത്തിൻ്റെ വരവോടുകൂടിയും മനുസ്മൃതിയുടെ വരവോടുകൂടിയുമാണ് ഈ ദളിത സങ്കല്പവും അധകൃത സങ്കല്പമൊക്കെ ഉണ്ടാകുന്നത്. അതിനു മുമ്പ് മനുഷ്യരെല്ലാം ഏതാണ്ട് പ്രാകൃത യുഗം, പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് കാൾ മാർക്സ് പറഞ്ഞല്ലോ. പ്രാകൃത യുഗം, മനുഷ്യരങ്ങനെ പ്രത്യേകിച്ച് ഇല്ലാതെ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു കാലം ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. എല്ലാവരും ഈക്വലായിട്ട് കാണുന്ന പ്രകൃതി വിഭവങ്ങൾ പങ്കിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന് ഗണരാഷ്ട്രമെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് കേട്ടോ. ഗണരാഷ്ട്രം ഇന്ത്യയിലുണ്ടായിരുന്നു. ഗണരാഷ്ട്രം അറിയോ? കലിംഗം ഗണരാഷ്ട്രമായിരുന്നു. ആ ഗണരാഷ്ട്രത്തെ ആക്രമിച്ചിട്ട്
ഏറ്റവും കൂടുതൽ കൊലപാതകം ചെയ്യേണ്ടി വന്നു അശോകന്. അതുകൊണ്ടാണ് അശോകൻ യുദ്ധത്തിൽ നിന്ന് മാറിയിട്ട് ഹിന്ദുമതത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ബുദ്ധമതത്തിലേക്ക് ചേർന്നത്. ഈ ഗണരാഷ്ട്രത്തിൽ സാധാരണ ഒരു രാജാവിനെ കൊന്നാൽ ആ രാജ്യം തൻ്റെതായി മാറി, രാജാവിനെ കൊന്നാൽ. പക്ഷെ ഗണരാഷ്ട്രത്തിൽ രാജാവില്ല, എല്ലാവരും രാജാവാ, അവെല്ലാവരെയും കൊല്ലണം. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തേണ്ടി വന്നത് കലിംഗ യുദ്ധത്തിൽ. ഇന്ത്യയിൽ പലയിടങ്ങളിലും ഗണരാഷ്ട്രമുണ്ടായിരുന്നു, നല്ല ഡെമോക്രസി ഉണ്ടായിരുന്നു. ആ ഡെമോക്രസി പിന്നെ ഫ്യൂഡലിസം വന്നതോടുകൂടിയാണ് അതിൻ്റെ മേലെ, ഈ ഫ്യൂഡലിസമാണ് ഭാരതത്തിലാകെ പ്രചരിച്ച ബൗദ്ധമതത്തെ ഇല്ലാതാക്കിയത്. ഫ്യൂഡലിസ്റ്റ് കാഴ്ചപ്പാടാണ് ഇന്ത്യയുടെ വികാസത്തെ തടസ്സപ്പെടുത്തിയതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ രത്ന ചുരുക്കം, വിശ്വാസത്തെ മതമേധാവിധികൾ കൈപ്പിടിക്കുള്ളിൽ ഒതുക്കി കഴിഞ്ഞതിന് ശേഷമാണ് മനുഷ്യൻ്റെ ബൗദ്ധികമായ എക്സ്പ്ലോറിങ് തടസ്സപ്പെട്ടത്. ആ ബൗദ്ധികമായ എക്സ്പ്ലോറിങ്ങിന് അവസരം കിട്ടിയ രാജ്യങ്ങളിലെല്ലാം പുരോഗതി ഉണ്ടായിട്ടുണ്ട്, മുന്നോട്ട് പോയിട്ടുണ്ട്. ആ എക്സ്പ്ലോറിങ് തടസ്സപ്പെടുത്തിയത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അതുകൊണ്ട് വിശ്വാസവും മതവും ഒന്നാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ യുക്തിവാദികൾ ആരുടെ പക്ഷത്ത് നിൽക്കണം? യുക്തിവാദ പ്രസ്ഥാനമല്ല ഇത്, അതെനിക്കറിയാം. പക്ഷേ റേഷണലായി ചിന്തിക്കുന്നവർ യഥാർത്ഥത്തിൽ നിൽക്കേണ്ടത്, ഇവിടെ വൈരുദ്ധ്യമുണ്ടാകുന്നത് മതവും വിശ്വാസവും റേഷണാലിറ്റിയും തമ്മിലുള്ള തർക്കമല്ല ലോകത്തിപ്പോൾ വേണ്ടത്. വിശ്വാസം വേണോ അവിശ്വാസം വേണോ എന്ന തർക്കമല്ല. ഈ വിശ്വാസികളെ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് കുഞ്ഞാടുകളെ രക്ഷപ്പെടുത്താൻ കഴിയണമെന്നതാണ്. മതത്തിൻ്റെ മതമേധാവികളിൽ നിന്ന് വിശ്വാസികളായിരിക്കുന്ന കുഞ്ഞാടുകളെ രക്ഷപ്പെടുത്തണം. ആ വിശ്വാസം ഇല്ലാതാക്കാൻ എളുപ്പമല്ല. കാരണം അവൻ്റെ ജനിതകമായിട്ട് ചെറുപ്പം മുതൽ കണ്ടുവരുന്ന അവൻ്റെ ജീനിൽ അലിഞ്ഞു ചേർന്നതാണ് വിശ്വാസം. ആ വിശ്വാസത്തിൽ നിന്ന് അവൻ എളുപ്പമൊന്നും പുറത്തു വരാൻ എളുപ്പമല്ല. അവൻ്റെ മുന്നിൽ വിപ്ലവം ജയിക്കട്ടെ, വിഗ്രഹങ്ങൾ തകരട്ടെ എന്ന് പാട്ടുപാടുമ്പോൾ എൻ്റെ അമ്പലത്തിന് എൻ്റെ ദൈവത്തെ അടിച്ചു പൊളിക്കാനോ നീ ആരടാ എന്ന് ചോദിക്കും. ഏതാണ് വിഗ്രഹം എന്ന് അവൻ്റെ മനസ്സ് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ആ ചെറുതാക്കിയ വെച്ച മനസ്സിനെ വലുതാക്കി കാണിക്കാനുള്ള പരിശ്രമം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വികാസത്തോട് ഉപയോഗിക്കണം. പക്ഷേ നമ്മുടെ രാജ്യത്ത് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ദുരന്തം സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മതങ്ങളും മതത്തിൻ്റെ വൈതാളികന്മാരും ഉപയോഗിക്കുന്നത് എന്നാണ്. സയൻസ് ആൻഡ് ടെക്നോളജി ഏറ്റവും കൂടുതൽ മന്ത്രങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സും ലൈക്കും കമൻറ്റും കിട്ടുന്നത് 2 ടീമിനാണ്. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഒന്ന് അശ്ലീല പോസ്റ്റുകൾ ഇടുന്നവർക്ക്, 2 മതപരമായ പോസ്റ്റുകൾ ഇടുന്നവർക്ക്. അപ്പോൾ ഇത് തമ്മിലുള്ള സമാനത നോക്കൂ. അശ്ലീലപരമായിരിക്കുന്ന നമ്മുടെ ഭാഗ്യലക്ഷ്മി എന്ന ഒരു ഇവരില്ലേ സിനിമയിൽ ശബ്ദം കൊടുക്കുന്ന ഭാഗ്യലക്ഷ്മി പോയി അടിച്ചൊരു വിദ്വാനില്ലേ നമ്മുടെ സുഗതകുമാരിയെ പറ്റി മോശം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൻ്റെ ഫോളോവേഴ്സിനെ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത്രയും ആളുകളാണ്. ഏത് വൃത്തികേടുകൾ പോസ്റ്റ് ഇടുന്ന അശ്ലീല ചാനലുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ്. ഇന്നലെ ഒരു താടിക്കാരൻ ഒരു നടൻ കല്യാണം കഴിച്ചു. എനിക്ക് അയാളെ വലിയ പരിചയമില്ല. ഒരു നടിയെ പോലും കല്യാണം കഴിച്ചത്. എനിക്ക് 2 ആളെയും വലിയ പിടിയില്ല. അയാൾ താമരമാലയും പൂണൂലെല്ലാം ഇട്ടിട്ട് ആണ് കല്യാണം കഴിച്ചത്. അതിൻ്റെ ആ ഫോട്ടോൻ്റെ അടിയിൽ ഞാനിപ്പോൾ ട്രെയിനിൽ വരുമ്പോൾ അതിൻ്റെ അടിയിലെ കമൻറ്റ് കേരള സംസ്കാരത്തിൻ്റെ ഔദ്ധത്യം കലർന്ന സുന്ദരമായിരിക്കുന്ന ആ കാഴ്ചപ്പാടിനെ ഞാൻ കണ്ടു. ഇങ്ങനെയൊരു വൃത്തികെട്ട കമൻറ്റുകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയും വൃത്തികേട്. ഇവരാണ് ഈ അന്ധവിശ്വാസത്തിൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ പ്രചാരകർ. രണ്ടും ഇത് പരസ്പരപൂരിതങ്ങളാണ്. എത്ര വൃത്തികെട്ട രീതിയിലാണ് ഏതെങ്കിലും ഒരു ദൈവത്തിനെതിരായിട്ട് ദൈവത്തെ ഇൻസൾട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പോസ്റ്റ് ആരും കിട്ടുമോക്കൂ, അതിന് വരുന്ന കമൻറ്റുകൾ അതിഭീകരമായ രാക്ഷസീയതയാണ്. അസുരന്മാർ രാക്ഷസന്മാർ എന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞു എന്ന് നമ്മളെ പുരാണത്തിൽ പറയുന്നുണ്ട്.
3 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലുണ്ടായിരുന്ന ദിനോസറുകളുടെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു 15,000 കൊല്ലം മുമ്പ്, 15,000 കൊല്ലത്തിന് ഇപ്പുറത്താണ് ദേവാസുര യുദ്ധങ്ങളെല്ലാം നടന്നത്. തലയിൽ കൊമ്പുള്ള, വായിൽ ദംഷ്ട്രയുള്ള, പർവ്വതത്തിൻ്റെ വലുപ്പമുള്ള ഒരസുരൻ്റെ അസ്ഥികൂടം ഇതുവരെ ഭൂമിയിൽ ഒരു ഖനനത്തിലും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു വംശം ഉണ്ടായിരുന്നോ? ഈ അസുരന്മാരെന്ന് പറഞ്ഞിട്ട് ലങ്കയിലല്ല എത്ര എണ്ണത്തിനാ കൊന്ന്, എന്നിട്ട് ലങ്കയിൽ ഇതുവരെ ഒരു അസ്ഥികൂടം കിട്ടിയിട്ടില്ലല്ലോ. 10 തലയുള്ള പോട്ടെ, ഒരു തലയുള്ള കിട്ടിയോ? ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ആ ആസുരത ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുന്നിൽ കൊണ്ടു നടക്കുന്നത് വിശ്വാസികളാണ്. നിങ്ങൾ അറിയണം, ശാസ്ത്രബോധവും യുക്തിവാദവും പ്രചരിപ്പിക്കുന്ന, യുക്തിചിന്ത പ്രചരിപ്പിക്കുന്ന ഒരാളെ കൊണ്ട് ഒരു സമൂഹത്തിൽ കലാപം ഉണ്ടായിട്ടില്ല, ഒരു സമൂഹത്തിലും വെറുപ്പുണ്ടായിട്ടില്ല, ഒരു സമൂഹത്തിലും വിദ്വേഷം ഉണ്ടാക്കിയിട്ടില്ല അവർ. എന്നാൽ ഈ ലോകത്തുള്ള സകല യുദ്ധങ്ങളും സകല കലാപങ്ങളും ഉണ്ടാക്കിയത് എൻ്റെ ദൈവം മാത്രം ശരിയെന്ന് പറയുന്നവരാണ്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അതാണ് യഥാർത്ഥത്തിൽ വെറുപ്പ്. ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളെല്ലാം ഒരുമിക്കും കേട്ടോ, ദൈവത്തിനെതിരായിട്ടെന്തോ പറഞ്ഞാൽ. പക്ഷേ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ശാസ്ത്രം ഒരു മതമല്ലല്ലോ, അവർക്ക് സംഘടിത രൂപമില്ലല്ലോ. ശാസ്ത്രജ്ഞന്മാരെല്ലാം ഒത്തുചേർന്നിട്ട് ദൈവവിശ്വാസത്തിനെതിരെ ജാഥ നടത്തിയിട്ടില്ല ഇതുവരെ. ശാസ്ത്രജ്ഞന്മാരെല്ലാം ഒത്തുകൂടിയിട്ട് ഇതുവരെ ഇവർക്കെതിരായിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടില്ല. അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ശാസ്ത്രജ്ഞനും ഇതുവരെ ശാസ്ത്രജ്ഞന്മാരുടെ സംഘടനയും കേസ് ഫയൽ ചെയ്തിട്ടില്ല. അവർ സംഘടിതരാണ്. ശാസ്ത്രകാരന്മാർ ന്യൂനപക്ഷമാണ്. ഭൂരിപക്ഷം എപ്പോഴും ശരിയാണോന്നില്ല. ഇന്ത്യയിൽ ഡെമോക്രസി ഭൂരിപക്ഷം പറഞ്ഞുകൊണ്ട് കായ് വഴുക്കുമോ? ഒരു സ്കൂളിൽ നല്ലൊരു വാഴ കൊലച്ചു. ഹെഡ് മാസ്റ്റർ അസംബ്ലി വിളിച്ചിട്ട് പറഞ്ഞു, ഒക്ടോബർ 2 നമുക്ക് എല്ലാവർക്കും പഴുത്ത കായ തിന്നാണ്. ഒക്ടോബർ 2 പഴുപ്പിക്കാൻ വെച്ച കായ പഴുത്തിട്ടില്ല. ഹെഡ് മാസ്റ്റർ അസംബ്ലി വിളിച്ചിട്ട് പറഞ്ഞു, കായ പഴുത്തിട്ടില്ല, പിന്നൊരു ദിവസം തിന്നാൻ. കുട്ടികൾ പഴം ചിന്തിച്ചിട്ടാണ്, ഗാന്ധിയെ പറ്റിയും പഴത്തെ പറ്റിയും ചിന്തിച്ചിട്ടാണ് സ്കൂളിൽ പോയി. കുട്ടികൾ പ്രതിഷേധിച്ചു. സ്കൂൾ പാർലമെൻറ്റ് ഐകകണ്ഠ്യേന യോഗം ചേർന്നു. ഐകകണ്ഠ്യേന പ്രമേയം പാസാക്കി, കായ പഴുത്തിരിക്കുന്നു, ഇന്ന് തന്നെ കൊടുക്കണം. ഹെഡ് മാസ്റ്റർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ പ്രമേയം അംഗീകരിച്ചുകൊണ്ട് പച്ചക്കായ കുട്ടികൾക്ക് വിതരണം ചെയ്തു എന്നൊരു കഥയുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം പറഞ്ഞ കായ പഴുക്കുമോ? ഭൂരിപക്ഷം വിഡ്ഢികളായ ജനാധിപത്യം അമ്പേ പരാജയമാണ്. ഇന്ത്യയിൽ ഇപ്പം ലോകത്ത് നടക്കുന്നതാ. ശാസ്ത്രം പറയുന്നവർ ന്യൂനപക്ഷമാണ്, സത്യം പറയുന്നവർ ന്യൂനപക്ഷമാണ്. ഗലീലി പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു, 1000 കർദിനാൾമാർ ഒരുമിച്ച് പറഞ്ഞാലും, 1000 ബിഷപ്പുമാർ അട്ടഹസിച്ച് പറഞ്ഞാലും സൂര്യൻ ഭൂമിയെ ചുറ്റൂലല്ലോ, ഭൂമി സൂര്യനെ ചുറ്റൂ. നിങ്ങളെല്ലാവരും ഭൂരിപക്ഷം തീരുമാനിച്ചതുകൊണ്ട് ഞാനിപ്പോൾ എഴുതി തരാം, എൻ്റെ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഭൂമി സൂര്യനെയല്ല, സൂര്യൻ ഭൂമിയെയാണ് ചുറ്റുന്നതെന്ന് ഞാൻ സമ്മതിച്ചു തരാം. പക്ഷേ നിങ്ങളെല്ലാവരും പറഞ്ഞാൽ ഈ സത്യമായി അവിശേഷിക്കും. ഈ കാര്യം ശാസ്ത്രത്തിൻ്റെ സത്യാന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ അധ്യായം.